ഹലോ, ഇന്നത്തെ വീഡിയോ ഒരു മന്ത്ലി റീസെറ്റ് വ്ളോഗാണ്. ഈ ഒരു വീഡിയോ കുറച്ച് മുന്നേ ഇടണമെന്ന് വിചാരിച്ചതാണ്, പക്ഷെ കുറച്ച് തിരക്കൊക്കെ വന്നുപോയി, അതാണ് കുറച്ച് വൈകിയത്. ഏപ്രിൽ കഴിഞ്ഞു, ഇപ്പം മെയ് ആയി. അപ്പോൾ അതുകൊണ്ട് ഒരു റീസെറ്റ് വ്ളോഗ് എടുക്കാനാണ് വിചാരിക്കണത്. അപ്പോൾ ഇത് ഒരു ക്ലീനിങ്ങിലൂടെ സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. കുറേ കാലമായിട്ട് പ്രോക്രാസ്റ്റിനേറ്റ് ഒക്കെ ചെയ്ത് മാറ്റിവെച്ച കാര്യങ്ങളൊക്കെ ഈ വീഡിയോയിലൂടെ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിൽ ആദ്യം എൻ്റെ മനസ്സിലേക്ക് വന്നത് ഈ തുണി മടക്കി വെക്കണ കാര്യമാണ്. കബോർഡ് ക്ലീൻ ചെയ്യാൻ നല്ല സമയം വേണ്ടി വരുന്നുള്ളതുകൊണ്ട് തന്നെ ഞാനതങ്ങനെ എപ്പോഴും ചെയ്യാറില്ല. കുറേ നാൾ കഴിഞ്ഞ് ഒരു ദിവസം മൊത്തം ഇരുന്ന് കബോർഡ് ക്ലീൻ ചെയ്യും. അപ്പോൾ ഇനിയിപ്പോൾ അങ്ങനെ ആവാതെ നോക്കണം എന്ന് എപ്പോഴും ചിന്തിക്കുമെങ്കിലും അവസാനം അങ്ങനെ തന്നെയാവും. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ അവസാനം വീഡിയോയ്ക്ക് വേണ്ടിയാണെങ്കിലും എല്ലാം ക്ലീൻ ചെയ്തൊക്കെ വെച്ചിട്ടുണ്ട്. ഇനി കുറച്ച് തുണികൾ കഴുകാനുണ്ട്, അപ്പോൾ അതും ഒന്ന് കംപ്ലീറ്റ് ചെയ്യണം. ഈ ബെഡ്ഷീറ്റ് ഞാൻ ചേഞ്ച് ചെയ്തിട്ട് ഒരുപാട് നാളായില്ല, അപ്പോൾ അതുകൊണ്ട് അത് ഞാൻ ചേഞ്ച് ചെയ്യണില്ല. ജസ്റ്റ് അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് വെക്കുവാണ്. ഇനി ടേബിൾ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കണം. വീഡിയോയിൽ കാണാനായിട്ട് കുഴപ്പമൊന്നുമില്ലെങ്കിലും നേരിട്ട് കാണുന്ന സമയത്ത് കുറേ പൊടികളൊക്കെ ഉണ്ട്. അപ്പോൾ എത്ര ക്ലീൻ ചെയ്താലും ഇങ്ങനെ അഴുക്കായിക്കൊണ്ടേയിരിക്കും. അതാണ് ഈ വൈറ്റ് ടേബിളിൻ്റെ ഒരു പ്രശ്നം. അപ്പം ഞാൻ കുറച്ച് വെള്ളം വെച്ചിട്ട് അതൊന്ന് തുടച്ചു കൊടുക്കുവാണ്. അന്നാന്ന് ക്ലീൻ ചെയ്തില്ലെങ്കിൽ വൈറ്റ് ടേബിളിൻ്റെ ഭംഗി അങ്ങനെ തന്നെ പോവും. അപ്പോൾ അതുകൊണ്ട് ഇത് നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യാന്നുള്ളത് തന്നെ ഒരു വലിയ പണിയാണ്. ഇനി എല്ലാം ഒന്ന് ഓർഡറാക്കി വയ്ക്കുകയാണ്. അതുപോലെ ചെറിയൊരു ഡെസ്ക് മേക്ക് ഓവർ ഉദ്ദേശിക്കുന്നുണ്ട്. നേരത്തെ ഉണ്ടാക്കി വെച്ച ബുള്ളറ്റിൻ ബോർഡ് ഞാൻ എടുത്ത് അവിടെ സൈഡിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ അത് അവിടെ ഇരിക്കാനായിട്ട് ഇച്ചിരി കനമുള്ളത് കൊണ്ടാണെന്ന് തോന്നുന്നു, അത് ഇളകി പോരുവാണ്. അപ്പോൾ ഞാനത് അവിടെ നിന്ന് മാറ്റിയിട്ടുണ്ട്. അതുപോലെ കുറച്ച് പ്രിൻ്റൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് വാൾ പോസ്റ്ററായിട്ട് ഒട്ടിക്കാമെന്ന് കരുതി. കഴിഞ്ഞ വീഡിയോസിൽ എവിടെയോ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു മിനി കലണ്ടർ വെക്കണം എന്നുള്ളത്. അപ്പം അത് ഞാൻ ജസ്റ്റ് ഒന്ന് ക്യാൻവയിൽ എഡിറ്റ് ചെയ്ത് പ്രിൻ്റ് എടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അതുപോലെ ചെറിയ പോസ്റ്റേഴ്സ് ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പം അതൊക്കെ ആ വാളിൽ ജസ്റ്റ് ഒട്ടിച്ച് വെക്കണം. പിന്നെ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇതെങ്ങനെയാണ് എടുക്കണത്, ഇതെങ്ങനെയാണ് അവരോട് പറയണ്ടേന്നൊക്കെ. അപ്പോൾ ഞാൻ കടയിൽ ചെന്നിട്ട് GSM കൂടിയ പേപ്പറിൽ പ്രിൻ്റ് എടുത്ത് തരാൻ പറയും. അപ്പോൾ അവർ 1-2 പേപ്പേഴ്സൊക്കെ ഇങ്ങനെ കാണിക്കും. വാൾ പോസ്റ്റർ ആയതുകൊണ്ട് ഞാൻ ഈ ഒരു പേപ്പറാണ് എടുക്കാൻ പറഞ്ഞത്. അതിൻ്റെ ഇടയിൽ ഞാനൊന്ന് ഫ്രഷായിട്ട് വന്നു. ഇനി ഇതൊക്കെ ഒന്ന് ഒട്ടിച്ച് വെക്കണം. നേരത്തെ ഒട്ടിച്ച് വെച്ച വാൾ പോസ്റ്റേഴ്സ് അവിടെ നിന്ന് എടുത്ത് മാറ്റിയിട്ട് പുതിയത് ഒട്ടിക്കുവാണ്. ഇത്തവണ കുറച്ച് ബ്രൈറ്റ് ആയിട്ടുള്ള കളേഴ്സാണ് എടുത്തത്. പുതിയൊരു മന്തൊക്കെ തുടങ്ങുമല്ലേ, അപ്പോൾ ഒന്ന് ഫ്രഷ് ആയിട്ട് റൂം കാണട്ടെ എന്ന് കരുതി കുറച്ച് ബ്രൈറ്റ് ആക്കാമെന്ന് വിചാരിച്ചു. വലിയ വാൾ പോസ്റ്റേഴ്സ് ആ കോർണറിൽ ഒട്ടിച്ചു കൊടുത്തു. ഇനി ചെറിയ വാൾ പോസ്റ്റേഴ്സൊക്കെ ഇളക്കി എടുത്തിട്ട് പുതിയത് അവിടെ വെക്കണം. പോസ്റ്റേഴ്സൊക്കെ ഒട്ടിച്ച് വന്നപ്പോൾ ഇങ്ങനെയാണ് ഒരു ഓവറോൾ ലുക്ക് വരുന്നത്. എനിക്കിഷ്ടപ്പെട്ടോ എന്ന് വെച്ചാൽ കുഴപ്പമില്ല, മീഡിയം ലെവലിൽ എനിക്കിഷ്ടപ്പെട്ടിട്ടുണ്ട്. പിന്നെ ആ മിനി കലണ്ടറും കൂടെ അവിടെ വെച്ച് കൊടുത്തപ്പോൾ എന്തോ പെർഫെക്റ്റ് ആയ പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. അങ്ങനെ അടുത്ത ദിവസമായിട്ടുണ്ട്. ഇനി ബാക്കി കുറച്ച് കാര്യങ്ങൾ കൂടെ കംപ്ലീറ്റ് ചെയ്യാനുണ്ട്. മെയിനായിട്ട് ജേർണലിംഗ് ആണ് ചെയ്യാനുള്ളത്. അപ്പോൾ അതിനു മുമ്പ് കുഞ്ഞു കാര്യങ്ങളും കൂടെ കംപ്ലീറ്റ് ചെയ്തിട്ട് അതിലേക്ക് പോവാം. അപ്പോൾ ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്കൊരു എന്തോ ഒരു പെർഫെക്ഷൻ കുറവ് പോലെ ഫീൽ ചെയ്തു. അപ്പോൾ എന്തോ ഒരു കുറവ് പോലെ തോന്നിയപ്പോൾ ഞാൻ വിചാരിച്ചു എൻ്റെ കയ്യിലൊരു ആർട്ടിഫിഷ്യൽ ചെടി ഉണ്ടല്ലോ, അപ്പോൾ അതതിൻ്റെ മുകളിൽ ജസ്റ്റ് ഒന്ന് വെച്ച് കൊടുത്ത് ചിലപ്പോൾ കുറച്ചുകൂടെ ഭംഗി വരുമെന്ന് ഓർത്തിട്ട് അതങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ട്.
അപ്പോൾ ഈ മാസം നമ്മൾ കൊണ്ടുവന്നേക്കുന്ന ചേഞ്ച് ഡെസ്കിൽ ഇതാണ്. ഇനി ഓരോ മാസവും നമുക്ക് ഇതുപോലെ കുഞ്ഞു കുഞ്ഞു വ്യത്യാസങ്ങളൊക്കെ മുറിയിൽ വരുത്തണം. കബോർഡ് ക്ലീൻ ചെയ്യണതിൻ്റെ ഭാഗമായിട്ട് തുണിയൊക്കെ മടക്കി വെച്ചു. അപ്പോൾ അതോടൊപ്പം ചെയ്യണ വേറൊരു കാര്യമാണ് ഈ ഒരു ജ്വല്ലറീസൊക്കെ ഒന്ന് ഓർഗനൈസ് ചെയ്ത് വെക്കുക എന്നുള്ളത്. ഇതൊന്ന് റെഡിയാക്കി വെക്കണമെന്ന് എപ്പോഴും ചിന്തിക്കും, പക്ഷേ എന്തോ അതിന് പറ്റിയിട്ടില്ല. അപ്പോൾ ഈ വീഡിയോയിലൂടെ നമുക്ക് അതൊക്കെ സെറ്റ് ചെയ്യാം. പിന്നെ ഈ വീഡിയോയിൽ എനിക്കൊരു കാര്യം കൂടെ പറയാനുണ്ട്. 1K സബ്സ്ക്രൈബേഴ്സ് ആകുമ്പോൾ ഒരു ഗിവ് അവേ കൊടുക്കുന്നുണ്ട്. ഇനി അതല്ലാതെ ഞാൻ ഒരു റാൻഡമായിട്ടൊരാൾക്ക് ഗിഫ്റ്റ് കൊടുക്കാനായിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിലവിൽ ഒരു കുട്ടീനെ ഞാൻ സെലക്ട് ചെയ്തിട്ടുണ്ട്. ഇങ്ങനൊരു പ്ലാൻ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ആ കുട്ടിക്ക് ഇങ്ങനെ ഗിഫ്റ്റ് വേണം, ഞാൻ സബ്സ്ക്രൈബറാണ്, സപ്പോർട്ട് ചെയ്യുന്നുണ്ടെന്നൊക്കെ പറഞ്ഞപ്പോൾ എനിക്കെന്തോ കൊടുക്കാൻ തോന്നി. അപ്പോൾ ഇതുപോലെ റാൻഡമായിട്ട് എനിക്ക് എന്നും സപ്പോർട്ട് ചെയ്യുന്ന കുറച്ച് സബ്സ്ക്രൈബേഴ്സിനൊക്കെ ചെറിയ ചെറിയ ഗിഫ്റ്റ് എൻ്റെ വക ഞാൻ കൊടുക്കാനും ഉദ്ദേശിക്കുന്നുണ്ട്. മേ ബി അടുത്ത വീഡിയോയിൽ ഞാൻ അതൊക്കെ ഉൾപ്പെടുത്താം. അങ്ങനെ അതൊക്കെ ഓർഗനൈസ് ചെയ്ത് വെച്ചു. പിന്നെ പുറത്ത് പോയി ചെടിക്കൊക്കെ വെള്ളം ഒഴിക്കുന്നുണ്ട്. കുറച്ചധികം നാളുകളായിട്ട് ഈ ചെടിക്കൊന്നും അങ്ങനെ ശ്രദ്ധ കൊടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇനി ക്ലാസ്സൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഇനി ഇതിനൊക്കെ കുറച്ചും കൂടെ ശ്രദ്ധ കൊടുക്കണം. കോയിൻസിഡൻസ് ആണോന്നറിയില്ല, ഇന്നലെ വീഡിയോ എടുക്കുന്ന സമയത്താണ് റിസൾട്ട് വന്നു എന്നും പറഞ്ഞ് നോട്ടിഫിക്കേഷൻ വന്നത്. കണ്ടു കഴിഞ്ഞപ്പോൾ പിന്നെ ഞാൻ വീഡിയോ എടുക്കുന്ന കാര്യമൊക്കെ മറന്നുപോയി. അപ്പോൾ അതുകൊണ്ടാണ് ബാക്കി വീഡിയോ ഇന്ന് എടുക്കുന്നത്. അപ്പോൾ നിങ്ങളെ എൻ്റെ റിസൾട്ട് കാണിച്ചു തരാമെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ലാപ്ടോപ്പ് ഓണാക്കാൻ നോക്കിയിട്ട് ലാപ്ടോപ്പ് ഓണാവുന്നില്ല. ചിലപ്പോൾ ബാറ്ററി ഇല്ലാത്തതുകൊണ്ടായിരിക്കാം. അപ്പോൾ ഞാൻ ഫോണിൽ എടുത്ത് കാണിക്കുവാണ്. ഒരു പർട്ടിക്കുലർ സബ്ജക്റ്റിൽ മാത്രമേ എനിക്കൊരു ടെൻഷൻ ഉണ്ടായിരുന്നു, പാസ്സാവുമോ എന്നൊക്കെ. പക്ഷെ നമുക്ക് നോക്കാം എങ്ങനെ ഉണ്ടാവുമെന്ന്. എൻ്റെ ഓട്ടോണമസ് കോളേജ് ആയതുകൊണ്ട് റിസൾട്ടും എക്സാമും ഒക്കെ ഭയങ്കര പെട്ടെന്നായിരിക്കും. അപ്പോൾ ഇപ്പോൾ എക്സാം കഴിഞ്ഞിട്ട് 1 മന്ത് ആയിട്ടില്ല. അപ്പോൾ അതിന് മുന്നേ റിസൾട്ടും വന്നു. അങ്ങനെ എല്ലാത്തിനും പാസ്സായിട്ടുണ്ട്. ഓവറോൾ A ആണുള്ളത്. 3 Sഉം 3 A+ഉം 2 A അങ്ങനെയൊക്കെയാണ് റിസൾട്ട് വരുന്നത്. വലിയ കുഴപ്പമില്ലാത്ത മാർക്കുണ്ട്. 7.68 ആണ് CGPA വരുന്നത്. ഹാപ്പി ആണോ എന്ന് ചോദിച്ചാൽ നല്ല ഹാപ്പിയാണ്. ഇത്രയൊന്നും ഞാൻ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. കിട്ടിയതൊക്കെ കൂടുതലായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളൂ. അപ്പോൾ റിസൾട്ടൊക്കെ വന്ന സ്ഥിതിക്ക് ഞാൻ എങ്ങനെയാണ് +2 പഠിച്ചതെന്നൊക്കെ കാണിച്ചു തരാമെന്ന് കരുതി. ഇത് 2022 ജേണലാണ്. അപ്പോൾ ഞാൻ ജേണൽ സ്റ്റാർട്ട് ചെയ്തത് ശരിക്കും 2021 ആ ഒരു ജേണൽ +1 പഠിച്ചപ്പോൾ സ്റ്റാർട്ട് ചെയ്തതാണ്. പക്ഷെ അതിൻ്റെ ഇത് മിസ്സായിപ്പോയി. അതായിരുന്നു എൻ്റെ ഫസ്റ്റ് ജേണൽ. അതിലാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ എഴുതിയിട്ടുണ്ടായിരുന്നു. +2 ഞങ്ങൾ കൊറോണ ബാച്ച് ആയതുകൊണ്ട് തന്നെ ശരിക്കും ജനുവരി മുതലാണ് ഞങ്ങൾക്ക് ശരിക്കും പഠിക്കാൻ തന്നെ പറ്റിയത്. ഏകദേശം ഒരു 3 മാസമൊക്കെ പഠിക്കാൻ കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ +2 ജേണൽ 2022 ജാനുവരി മുതൽ സ്റ്റാർട്ട് ചെയ്തത്. ഞങ്ങൾക്ക് +2 പഠിക്കുന്ന സമയത്ത് തന്നെയാണ് +1 എക്സാം നടന്നത്. അപ്പോൾ അതുകൊണ്ട് +2 മര്യാദക്ക് പഠിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. +1 പഠിച്ചു, പക്ഷേ +2 അത്ര നല്ല രീതിയിൽ ടൈം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ജേണലിങ്ങൊക്കെ ആയിരുന്നു ഒരു ആശ്വാസമായിട്ടുണ്ടായിരുന്നത്. അതൊക്കെ ഉള്ളതുകൊണ്ട് പിന്നെ കുറച്ചൊക്കെ പ്രൊഡക്റ്റീവായി. 30 days ചാലഞ്ച്, 10 days ചാലഞ്ച് എന്നൊക്കെ പറഞ്ഞ് ഞാൻ തന്നെ എന്നെ ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓരോന്നൊക്കെ ഇങ്ങനെ എഴുതി വയ്ക്കും. ഇതൊരു സ്റ്റഡി ജേണൽ ആയതുകൊണ്ട് അങ്ങനെ വലിയ ക്യൂട്ടായിട്ടൊന്നും അല്ല കേട്ടോ എഴുതിയത്. പക്ക പഠിക്കാൻ വേണ്ടിയിട്ടുള്ള ഉദ്ദേശത്തിൽ ഉണ്ടാക്കിയതാണ്. +2 ഞാൻ എക്സാം വിന്നറിൻ്റെ ഓൺലൈൻ ക്ലാസ്സിലായിരുന്നു ജോയിൻ ചെയ്തത്. ഞങ്ങളുടെ ബാച്ചിൻ്റെ പേര് ഉയരേ എന്നൊക്കെ ആയിരുന്നു. അപ്പോൾ ഉയരേ ബാച്ചിലെ സ്റ്റുഡൻ്റ് കൂടിയാണ് ഞാൻ. ഇതൊക്കെ കണ്ടപ്പോഴാണ് മനസ്സിലാവണത് അന്നൊക്കെ ഞാൻ എന്തുമാത്രം പ്രൊഡക്റ്റീവായിട്ടാണ് ജേണലിംഗ് ഒക്കെ ചെയ്തതെന്ന്. ഇപ്പോഴാണെങ്കിൽ പഠിക്കാനൊന്നും അങ്ങനെ ഇല്ല. അപ്പോൾ കുറച്ചും കൂടെ ജേണലിംഗ് ഒക്കെ ആക്റ്റീവാക്കാൻ പറ്റുന്നൊരു സമയം കൂടി ആയതുകൊണ്ട് മെയ്യിലേക്കൊരു ജേണൽ എഴുതാമെന്ന് കരുതി. വേനൽക്കാലം ആയതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഒരു ഓറഞ്ച് യെല്ലോ തീമിൽ മെയ്യുടെ കവർ പേജ് ഉണ്ടാക്കാമെന്ന്. അപ്പോൾ ഞാൻ പിൻട്രസ്റ്റിൽ നോക്കിയിട്ട് ഒരു പടം ഇങ്ങനെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അത് നോക്കി വരയ്ക്കുകയാണ്.
വീഡിയോയിൽ തൽക്കാലം കവർ പേജും അതുപോലെ ഈ മാസത്തിലേക്ക് ഞാൻ ആഗ്രഹിക്കുന്ന കുറച്ച് വിഷ് ലിസ്റ്റൊക്കെയാണ് എഴുതി വെക്കുന്നത്. ഈ ഒരു മാസം കുറച്ചും കൂടെ പ്രൊഡക്റ്റീവ് ആക്കണം എന്നുണ്ട്. അപ്പോൾ എന്തെങ്കിലും പുതിയൊരു കാര്യം പഠിക്കണം എന്ന് എനിക്കിങ്ങനെ മൈൻഡിലുണ്ട്. ഇപ്പോൾ എല്ലാ ദിവസവും 10 പേജസ് വെച്ചിട്ട് ബുക്ക് വായിക്കണതോ ഒരു റീഡിങ് ഹാബിറ്റ് കൊണ്ടുവരുന്നതോ അങ്ങനെ എന്തെങ്കിലും ഒന്ന് കൊണ്ടുവരണമെന്ന് ഇംപ്ലിമെൻറ്റ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ അതൊക്കെ ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം. അപ്പോൾ ജേർണലിംഗ് ഒക്കെ ഓൾമോസ്റ്റ് ഞാൻ കഴിഞ്ഞിട്ടുണ്ട്. 1-2 സ്റ്റിക്കേഴ്സൊക്കെ വെട്ടിയെടുത്ത് അവിടെ ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. ഇപ്പം നമ്മുടെ ജേർണലിംഗ് ഒക്കെ ഓൾമോസ്റ്റ് കഴിഞ്ഞു. അപ്പോൾ ഇതൊക്കെയായിരുന്നു ഇന്നത്തെ വീഡിയോയിലുള്ളത്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.